ഈ വീഡിയോ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി വ്ളോഗ് എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബോർഡ് എക്സാമൊക്കെ അടുത്ത് വരികയാണ്. ഞാൻ മോഡൽ എക്സാമിൻ്റെ ടൈമിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും സ്റ്റഡിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സാമിന് 2 ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പം ആ ഒരു ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണിത്. ഇതിനു മുമ്പുള്ള 2 എക്സാം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഇത്രയൊന്നും പഠിച്ചാൽ പോരാന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു എക്സാമിന് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ PYQസും പേപ്പർ മെറ്റീരിയൽസൊക്കെ ഞാൻ ഇതിൽ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസത്തെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പും എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നോട്ട് ചെയ്തതും അതുപോലെ PYQs ചെയ്തതൊക്കെ ആയിട്ട് ടേബിൾ അത്യാവശ്യം മെസ്സായിരുന്നു. അപ്പം അതൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത്, പിന്നെ ഫിസിക്സ് ആയിരുന്നു എക്സാം. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാനും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ വെച്ചിട്ട് കുറേ വർക്കും പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നൈറ്റ് തന്നെ ഞാൻ പഠിക്കാനുള്ളതൊക്കെ തുടങ്ങി. പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വെയിറ്റേജൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പം ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നു, അപ്പോൾ എത്രത്തോളം ചാപ്റ്റർ പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ടൈം എനിക്ക് തോന്നിയിട്ടുള്ളത് മോർണിംഗ് ആണ്. നല്ല ഏർലി മോർണിംഗ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ അത്യാവശ്യം വെയിറ്റേജുള്ള ചാപ്റ്ററും പിന്നെ കുറേ ഡെറിവേഷൻസും ഫിസിക്സ് ആണല്ലോ, അപ്പോൾ കുറേ ഡെറിവേഷൻസൊക്കെ വരുന്ന ചാപ്റ്ററായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡെറിവേഷൻസും ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ.
ഈ ഒരു ടൈമിലിപ്പോൾ റമദാനൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും റിലീജിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പം ഇവിടെ അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഷെൽഫിലുണ്ടായിരുന്ന കുറേ മൊമൻറ്റോസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇതിൽ കൂടുതലും എനിക്ക് എൽ പിയിലും യു പിയിലൊക്കെ പഠിച്ചപ്പോൾ ആനുവൽ ഡേക്ക് ഓരോ പ്രോഗ്രാമിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പ്ലേസ് മാറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓരോരുത്തരുന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് മാറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ആവണ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എക്സാം ഡേയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗിൽ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്തു. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്.